الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الخدمة الوطنية فخر وشرف. സ്വരാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് അഭിമാനവും മഹത്വവുമാണ്. ഓരോ മനുഷ്യരും അവരുടെ രാജ്യത്തിൻ്റെ സന്തതികളാണ്. അവരുടെ ജീവിതം എപ്പോഴും അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരുടെ രാജ്യത്താണ് അവരുടെ കുടുംബവും അവരുടെ സ്നേഹജനങ്ങളും കൂട്ടുകാരും എല്ലാം നിലകൊള്ളുന്നത്. ആ രാജ്യത്താണ് അവൻ്റെ നേട്ടങ്ങളും അവൻ്റെ സ്മരണകളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത്. മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം അത് നിർമ്മിക്കപ്പെടുന്നത് അവൻ്റെ മാതൃരാജ്യത്താണ്. അവൻ്റെ ആ രാജ്യം മുഖേനയാണ് അവൻ അറിയപ്പെടുന്നതും അവൻ പ്രശസ്തനാകുന്നു. ഓരോ മനുഷ്യരും അവരുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും മുന്നിട്ടിറങ്ങുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവനം ചെയ്യുക എന്നതും രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതും മഹത്വമുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒരിക്കൽ മദീനയിൽ ഒരു രാത്രിയിൽ ഒരു ഭയാനകമായ ഒരു ശബ്ദം കേട്ടു. ജനങ്ങളെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് പുറപ്പെട്ടു, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാം അവിടെ എത്തിയപ്പോഴേക്കും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെയും മുമ്പ് അവിടെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം ഭയപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ലം തുറഉ ലം തുറഉ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ബേജാറാവേണ്ടതില്ല, നിങ്ങൾ ശാന്തമായി മടങ്ങിപ്പോവുക, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സന്ദർഭം നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഇറങ്ങുകയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവന സന്നദ്ധതയും അവിടുത്തെ ധീരതയും എല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നാം സേവനം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് അത് പരിശുദ്ധ ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുന്ന കാര്യം എന്നത് തന്നെയാണ്. നിശ്ചയം നമ്മുടെ ഈ അനുഗ്രഹീതമായ നമ്മുടെ ഈ ഇമാറാത്ത്, ഈ രാജ്യത്തിലെ സന്തതികൾ, ഇവിടത്തെ മക്കൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴും റെഡിയായി നിൽക്കേണ്ടതാണ്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അത് വലിയ ഒരു നേട്ടമാണ്, മാത്രമല്ല അത് വലിയ പ്രതിഫല അർഹവുമാണ്. ഈ രാജ്യത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി മക്കളെ പറഞ്ഞയക്കുന്നവർ നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക എന്നതിനേക്കാൾ വലിയ മഹത്തായ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം മറ്റെന്താണ് നമുക്ക് മുമ്പിലുള്ളത്? അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബാതു യൗമിൻ ഫീ സബീലില്ലാഹി ഖൈറുൻ മിനദ് ദുനിയ വമാ അലൈഹാ. രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദീനിന് വേണ്ടിയിട്ട് ഒരൊറ്റ ദിവസം നിങ്ങൾ ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സകല അനുഗ്രഹങ്ങളെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു.
അതുകൊണ്ട് നാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സേവനം ചെയ്യാൻ സന്നദ്ധമായി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ എപ്പോഴും ഓർക്കണം. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. നല്ല ശക്തനായ മുഅ്മിൻ വിശ്വാസി അവൻ ഏറ്റവും ഖൈറായവനും അതുപോലെ അവൻ ഏറ്റവും അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടവനുമാണ് ബലഹീനനായ വിശ്വാസിയേക്കാൾ. വഫീ കുല്ലിൽ ഖൈർ, രണ്ടുപേരിലും നന്മയുണ്ട്. ഇഹ്റിസ് അലാ മാ യൻഫഅ, നിനക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി നീ ആഗ്രഹിക്കുക. വസ്തഈൻ ബില്ലാഹ്, നീ എപ്പോഴും അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. വലാ തഅജ്ജസ്, നീ അശക്തനാകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ മഹത്വം നീ മനസ്സിലാക്കണം. സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിയാൽ, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, സേവനങ്ങൾ ചെയ്താൽ അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് അഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, ഈ രാജ്യത്തിന്റെ മക്കൾ എപ്പോഴും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഈ രാജ്യത്തിന് സേവനം ചെയ്യാനും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർ ഒരുക്കമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുകയും എല്ലാവരെയും ഈ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സേവനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാം, ഈ രാജ്യത്തിന് സ്വരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അത് സമൂഹത്തിന് വലിയ ഉപകാരമാണെന്നതിന് പുറമെ നമുക്കും അത് വലിയ ഉപകാരമാണ്. കാരണം ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സവാബ്, വലിയ കൂലി അതിന്റെ കാരണം കൊണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇമാറാത്ത്, ഈ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാ നന്മകളും ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി